നമ്മൾ ഇന്നിവിടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നേരെ പോണേക്കാൾ മുന്നേ അതിൻ്റെ അനാട്ടമി അത്ര കാര്യമായിട്ട് നോക്കണില്ല. ഇൻവെസ്റ്റിഗേഷന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാവുന്ന പോയിൻ്റ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫിസിയോളജി, അനാട്ടമി കുറച്ചൊന്ന് നമുക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കാം. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിൻ്റെ ലൊക്കേഷനാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. അത് തൈറോയ്ഡ് ഗ്ലാൻഡിനോട് ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് അറ്റ് ദി അപ്പർ ആൻഡ് ലോവർ പോൾസ്. അങ്ങനെയാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിൻ്റെ ലൊക്കേഷൻ പറയുന്നത്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. അത് സ്മോൾ ഗ്ലാൻഡ്സ് ആണ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പം 6 mm ലോങ്ങും 3 mm വൈഡും 2 mm തിക്കും ആയിട്ടുള്ള ഗ്ലാൻഡ്സ് ആണ്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ്. പിന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഉണ്ടാക്കിയേക്കുന്നത് മെയിനായിട്ട് 2 സെൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചീഫ് സെൽസും ഓക്സിഫിൽ സെൽസും. അതിൽ ചീഫ് സെൽസാണ് മെയിനായിട്ട് പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിഫിൽ സെൽസിൻ്റെ ഫങ്ഷൻ അങ്ങനെ കാര്യമായിട്ട് എന്താണെന്ന് എടുത്തു പറയുന്നില്ല. പിന്നെ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റി പറയുമ്പം ഇപ്പോൾ പറഞ്ഞ പോലെ അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ചീഫ് സെൽസാണ്. 84 അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ പാരാതോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. അതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 1.5 to 5.5 mg/dl ആണ്. ഇനി അതിൻ്റെ ആക്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവല് 9 to 11 mg/dl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റേഞ്ചിൻ്റെ ഉള്ളിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പാരാതോർമോണിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാതോർമോൺ ബോണിൽ നിന്ന് കാൽഷ്യം റീഅബ്സോർപ്ഷനെ കൂട്ടും. ബോണിൽ നിന്നുള്ള ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റീനെ പാരാതോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ബോണിൽ നിന്നുള്ള കാൽഷ്യം അയോൺസിൻ്റെ റീഅബ്സോർപ്ഷനെ പാരാതോർമോൺ കൂട്ടുന്നു. രണ്ടാമതായിട്ട് റീനൽ ട്യൂബ്യൂൾസ് എന്നാണ്. റീനൽ ട്യൂബ്യൂൾസ് എന്നുള്ള കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷനെയും പാരാതോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ് എന്നാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ് എന്നുള്ള കാൽസ്യം അബ്സോർപ്ഷനെ പാരാതോർമോൺ ഇൻഡയറക്റ്റായിട്ടാണ് കൂട്ടുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. GIT എന്നുള്ള കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ഒക്കെ അബ്സോർപ്ഷന് ആക്ടിവേറ്റഡ് വൈറ്റമിൻ ഡി എസെൻഷ്യലാണ്. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ഫോം എന്ന് പറയുന്നത് 125 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോളാണ്. അത് കിഡ്നിയിലാണ് ഫോം ചെയ്യുക. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യം അബ്സോർപ്ഷന് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വൈറ്റമിൻ ഡി ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇനി ഈ ടേബിളിൽ നിന്ന് ഇനാക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി ഫോം എങ്ങനെയാണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ D3 ഫോമിലേക്ക് മാറുന്നത് എന്നുള്ളത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡിക്ക് ഒരുപാട് ഫോമുകളുണ്ട്. അതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ D3 ആണ്. ഈ വൈറ്റമിൻ D3നെ കോളി കാൽസിഫെറോൾ എന്നും പറയുന്നുണ്ട്. ഈ വൈറ്റമിൻ D3 സിന്തസൈസ് ചെയ്യപ്പെടുന്നത് സ്കിന്നിലുള്ള 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിൽ അൾട്രാവയലറ്റ് റേസ് വന്നിട്ട് ആക്ട് ചെയ്യുമ്പം അത് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് കോളി കാൽസിഫെറോളായിട്ട്. അത് വൈറ്റമിൻ ഡിയുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്. ഈ കോളി കാൽസിഫെറോൾ ലിവറിൽ വെച്ചിട്ട് 25 ഹൈഡ്രോക്സി കോളി കാൽസിഫെറോളായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 25 ഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ, അതായത് ലിവറിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള 25 ഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ 125 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ അഥവാ കാൽസിട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഇത് നടക്കുന്നത് കിഡ്നിയിൽ വെച്ചിട്ടാണ്. ഈ ഒരു പ്രോസസ്സിന് പാരാതോർമോണിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. ഈ 125 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ D3 ആണ്.
ഈ മെക്കാനിസം എല്ലാം ലിവറിലൊക്കെ വെച്ച് നടക്കുന്ന ഈ ബാക്കിയുള്ള മെക്കാനിസങ്ങളെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയിട്ടാണ്. ഇനി പാരാത്തോർമോണിൻ്റെ ബ്ലഡ് ഫോസ്ഫേറ്റ് ലെവലിലെ ആക്ഷൻ നോക്കാം. പാരാത്തോർമോൺ ബ്ലഡ് ലെവൽ ഓഫ് ഫോസ്ഫേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ പ്ലാസ്മ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 mg/dl ആണ്. ഇനി നമ്മൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിൻ്റെ ഡിസീസ് ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ടൊരു ഡിവിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹോർമോൺ എക്സസ് എന്ന് പറയുമ്പം അതിൽ പാരാത്തോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ എക്സസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം, ടെറിഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം വരുന്നു. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഹോർമോൺ ഡെഫിഷ്യൻസി, അതായത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ഹൈപ്പോ പാരാതൈറോയിഡിസം. ഈ ഹൈപ്പോ പാരാതൈറോയിഡിസം തന്നെ പോസ്റ്റ് സർജിക്കലായിട്ട് വരാം, ഓട്ടോ ഇമ്മ്യൂണായിട്ട് വരാം, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോ പാരാതൈറോയിഡിസം ഉണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് ഹോർമോൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഹൈപ്പർ കാൽസിയൂറിക് ഹൈപ്പോകാൽസേമിയ തുടങ്ങിയിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. അത് പറഞ്ഞ പോലെ തന്നെ അടുത്തതാണ് ഹോർമോൺ റെസിസ്റ്റൻസും. അതിൽ സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം, ഫാമിലിയൽ ഹൈപ്പോ കാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയ ഇതൊക്കെ വരും. പിന്നെ നോൺ ഫങ്ഷനിങ് ട്യൂമേഴ്സ് ലൈക്ക് പാരാതൈറോയ്ഡ് കാർസിനോമ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിൻ്റെ ഡിസീസ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നും നമുക്ക് നോക്കാം. അതിൽ പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്യൂമർ കാരണം അങ്ങനെയൊക്കെ വരുന്നതാണ് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം. സെക്കൻഡറി എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിന് ഹൈപ്പർട്രോഫി വന്നിട്ട് അങ്ങനെയുള്ളതാണ് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്നുള്ള കാറ്റഗറിയിൽ പെടാം. അതായത് ഇപ്പം ക്രോണിക് റീനൽ ഫെയിലിയർ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, റിക്കറ്റ്സ് ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹൈപ്പോകാൽസേമിക് ആയിട്ട് അത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിൻ്റെ ഹൈപ്പർട്രോഫിയിലേക്ക് ലീഡ് ചെയ്യുമ്പം അതിനെ സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. ഇനി ടെറിഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമൽ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. ഇപ്പം നമ്മൾ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൻ്റെ കുറച്ച് കോസസ് നോക്കി. ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം ലീഡ് ചെയ്യുന്നത് ഹൈപ്പർ കാൽസേമിയയ്ക്കാണ്. അതായത് ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂടും. ഹൈപ്പർ കാൽസേമിയ ഈസ് ദി ഇൻക്രീസ് ഇൻ പ്ലാസ്മ കാൽഷ്യം ലെവൽ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഹൈപ്പർ പാരാതൈറോയിഡിസം ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ്. അപ്പോൾ ബോൺസിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂടുന്നതുകൊണ്ട് പ്ലാസ്മയിലുള്ള കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുന്നു. ഇനി ഹൈപ്പർ കാൽസേമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഒന്ന് ഡിപ്രഷൻ ഓഫ് ദി നെർവസ് സിസ്റ്റം, സ്ലഗിഷ്നെസ് ഓഫ് റിഫ്ലക്സ് ആക്ടിവിറ്റീസ്, റെഡ്യൂസ്ഡ് ST സെഗ്മെൻറ്റ് ആൻഡ് QT ഇൻ്റർവെൽ ഇൻ ECG, ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയവ. ഈ ഡിപ്രസീവ് എഫക്ട്സ് ഓഫ് ഹൈപ്പർ കാൽസേമിയ ഉണ്ടാവുന്നത് ഈ ബ്ലഡ് കാൽഷ്യം ലെവൽ 12 mg/dl കൂടുമ്പോഴാണ്. നോർമൽ ലെവൽ എന്ന് പറയുമ്പോൾ 9 to 11 mg/dl ആണ്. ഈ കണ്ടീഷൻ ഒരു 15 mg/dl എന്നുള്ള ഇതിനെയും കടന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ സിവിയർ ആവുന്നു. വേറെ സിംറ്റംസ് എന്ന് പറയുമ്പം ബോൺ ഡിസീസസ്, ഓസ്റ്റൈറ്റിസ് ഫൈബ്രോസിസ് സിസ്റ്റിക്ക തുടങ്ങിയിട്ടുള്ള ബോൺ ഡിസീസസ്. പിന്നെ അടുത്തൊരു കാര്യമാണ് പാരാതൈറോയ്ഡ് പോയ്സണിങ്. അതായത് ഈ ബ്ലഡ് കാൽഷ്യം ലെവൽ 15 mg/dl കൂടിക്കഴിഞ്ഞാൽ കാൽഷ്യം ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റിൻ്റെയും അളവ് ഒരു പരിധിയിൽ കൂടും. ഇത് കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ കാരണമാവുകയും ഈ കൂടുതലായിട്ടുള്ള ഈ ക്രിസ്റ്റൽസ് നമ്മുടെ കിഡ്നി ട്യൂബ്യൂൾസിൽ, തൈറോയ്ഡ് ഗ്ലാൻഡിൽ, ലങ്സിൻ്റെ ആൽവിയോളയിൽ, ഗ്യാസ്ട്രിക് മ്യൂക്കോസ, അതേപോലെ ആർട്ടറിൻ്റെ വാൾവിൽ ഇവിടെയൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ദിസ് ലീഡ്സ് ടു ഡിസ്ഫങ്ഷൻ ഓഫ് ദീസ് ഓർഗൻസ്. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽസ് എപ്പോഴാണോ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ കിഡ്നി സ്റ്റോൺസും ഉണ്ടാവുന്നു. ഡിപ്രഷനെ പറ്റി പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് PTH തന്നെയാണ്.
പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ പാരാതെർമോണിൻ്റെ ലെവൽ കൂടി നിൽക്കുക, അതോടൊപ്പം തന്നെ സിറം കാൽഷ്യം ലെവലും കൂടി നിൽക്കുക. ഇത് സജസ്റ്റ് ചെയ്യുന്നത് പ്രൈമറി ഹൈപ്പർ പാരാ തൈറോയിഡിസമാണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ പ്ലാസ്മ ഫോസ്ഫേറ്റ്, അതോടൊപ്പം തന്നെ ഹൈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് വിത്ത് റീനൽ ഇമ്പയർമെൻറ്റ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ അത് സജസ്റ്റ് ചെയ്യുന്നത് ടെറിഷറി ഹൈപ്പർ പാരാതൈറോയിഡിസ് ആണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ലിവറിനോ ബോണിനോ എന്തെങ്കിലും പാത്തോളജി ഉണ്ടാകുമ്പം ALP എന്ന് പറഞ്ഞിട്ടുള്ള ഈ എൻസൈം ബ്ലഡിൽ കൂടി നിൽക്കും. അത് ഒരു കോമൺ ബ്ലഡ് ചെക്കപ്പിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുമ്പം ഫാമിലിയൽ ഹൈപ്പോകാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിൽ പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസത്തിലെ ഫീച്ചേഴ്സ് പോലെ പാരാതെർമോണിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടാവും, കാൽഷ്യത്തിൻ്റെ ലെവലും കൂടിയിട്ടുണ്ടാവും. പക്ഷേ യൂറിനിലുള്ള കാൽഷ്യത്തിൻ്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലിയൽ ഹൈപ്പോകാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം 3 കണ്ടീഷൻസ്. ഒന്ന്, പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം സജസ്റ്റ് ചെയ്യുന്നത് പാരാതെർമോൺ ലെവൽ കൂടി നിൽക്കുക വിത്ത് കാൽഷ്യം ലെവലും സിറം കാൽഷ്യം ലെവലും കൂടി നിൽക്കുക, അത് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം. ടെറിഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയുമ്പം പ്ലാസ്മ ഫോസ്ഫേറ്റും ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് വിത്ത് റീനൽ ഇമ്പയർമെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് ടെറിഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം. പിന്നെ ഫാമിലിയൽ ഹൈപ്പോകാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയ, അതെന്ന് പറയുമ്പോൾ യൂറിൻ കൂടെയുള്ള കാൽഷ്യം ഔട്ട്പുട്ട് കുറവായിരിക്കും. ഫാമിലിയൽ ഹൈപ്പോകാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡറാണ്, കോസ്ഡ് ബൈ ആൻ ഇനാക്ടിവേറ്റിംഗ് മ്യൂട്ടേഷൻ ഇൻ വൺ ഓഫ് ദി അലൽസ് ഓഫ് ദി കാൽഷ്യം സെൻസിങ് റിസപ്റ്റർ ജീൻ. കാൽസ്യം സെൻസിങ് റിസപ്റ്റർ ജീനിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് അയണൈസ്ഡ് ആയിട്ടുള്ള കാൽസ്യത്തിനെ സെൻസ് ചെയ്യാനുള്ള ആ എബിലിറ്റി കുറയും. നമ്മുടെ ബോഡിയിൽ ടോട്ടൽ കാൽഷ്യത്തിൻ്റെ 99% ബോണിലും ബാക്കി 1% നമ്മുടെ സിറം പ്ലാസ്മയിലുള്ളത്. ആ 1% തന്നെ 50% അയോണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യം, ബാക്കി 50% അതർ ആൽബുമിൻ അങ്ങനത്തെ സംഭവങ്ങളോട് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കാൽഷ്യമാണ് ഉള്ളത്. അതിൽ ഈ അയോണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യത്തിനെയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെൻസ് ചെയ്യുന്നതും അത് ആക്ട് ചെയ്യുന്നതും. ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ, അയണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യത്തിനെ പാരാതൈറോയിഡിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി PTHൻ്റെ സെക്രീഷൻ നന്നായിട്ട് കൂടും. പക്ഷേ ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കൂടും. അതോടൊപ്പം ഈ പാരാതെർമോൺ അയണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ റീനൽ ട്യൂബ്യൂൾസ് എന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അത് റീഅബ്സോർപ്ഷൻ കൂട്ടും. അങ്ങനെ വരുമ്പോൾ യൂറിൻ കൂടെയുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. ബ്ലഡ് പാരാതെർമോണിൻ്റെ ലെവൽ കൂടും, ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവലും കൂടും, യൂറിൻ കൂടെയുള്ള കാൽഷ്യത്തിൻ്റെ ഔട്ട്പുട്ട് കുറയുകയും ചെയ്യും. ഇതിനെ പറയുന്നത് ഫാമിലിയൽ ഹൈപ്പോകാൽസിയൂറിക് ഹൈപ്പർ കാൽസേമിയ എന്നുള്ളതാണ് ഇതിന് പറയുക. മെയിൻ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അൺനെസസറി ആയിട്ടുള്ള പാരാതൈറോയിഡക്ടമിക്ക് വിധേയമാവും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റിസ്ക്. ഇതിനെ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഹിസ്റ്ററി എടുത്ത് അങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ജനറ്റിക് ടെസ്റ്റിങ്ങും നടത്താം.